കെ ബി ഗണേഷ് കുമാറും പത്തനാപുരം മണ്ഡലവും നമുക്കറിയാം എന്താണ് ശർക്കരയും വീശയും പോലെ അത്രമാത്രം ഇഴപിരിയാത്ത ബന്ധമാണ്. എന്നാൽ കെ ബി ഗണേഷ് കുമാർ UDF വിട്ട് കേരള കോൺഗ്രസ് ബി UDF വിട്ട് LDFിൻ്റെ ഭാഗമായപ്പോൾ അവിടെ അങ്ങനെ അങ്ങ് സ്വതന്ത്രമായി കെ ബി ഗണേഷ് കുമാറിന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ കെ ബി ഗണേഷ് കുമാറിന് ഇരിപ്പുറച്ച് ഇരിക്കാം എന്ന നിലപാട് ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരമില്ല. കാരണം CPM നേതൃത്വം, പ്രാദേശിക നേതൃത്വം ഗണേഷ് കുമാറുമായി ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. ഗണേഷ് കുമാറിൻ്റെ ഏകാധിപത്യ മനോഭാവമൊന്നും ഇവിടെ നടപ്പാവില്ല, CPM നേതാക്കളോടുള്ള വിരോധം ഇവിടെ നടപ്പാവില്ല എന്ന സന്ദേശം അല്ലെങ്കിൽ പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഒന്ന്, പഞ്ചായത്ത് അവിടെ ഒരു സെൻട്രൽ മാൾ നിർമ്മിച്ചു. അവിടെ അതിൻ്റെ ഒരു തിയേറ്റർ ഉദ്ഘാടനമുണ്ടായിരുന്നു. ആശീർവാദ് സിനിമാസ്, മോഹൻലാലിൻ്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമാസാണ് അവിടെ തിയേറ്റർ നിർമ്മിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടകനായി KN ബാലഗോപാൽ, ധനകാര്യമന്ത്രി KN ബാലഗോപാലിനെയാണ് പ്രാദേശിക CPM നേതൃത്വം വിളിച്ചത്, അതായത് പഞ്ചായത്ത് വിളിച്ചത്. വിശിഷ്ട സാന്നിധ്യമായി കെ ബി ഗണേഷ് കുമാറിനെയും വിളിച്ചു. കെ ബി ഗണേഷ് കുമാറിന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. തട്ടിക്കയറി, പഞ്ചായത്ത് അംഗങ്ങളോട് തട്ടിക്കയറി, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഞാനല്ലേ ഇനിഷ്യേറ്റീവ് എടുത്ത തിയേറ്റർ അവിടെ സ്ഥാപിച്ചത്, അപ്പോൾ ഉദ്ഘാടകനായി ഞാനല്ലേ സ്വാഭാവികമായും വരേണ്ടത്. അപ്പോൾ ഈ ക്ഷണിക്കാൻ പോയ ആളുകൾ പറഞ്ഞു അത്രേ, ഇല്ല, താങ്കൾക്ക് വിശിഷ്ട സാന്നിധ്യം ഉണ്ട്. KN ബാലഗോപാൽ, ധനകാര്യമന്ത്രിയായ അദ്ദേഹമാണ് ഈ മാൾ ആകെ തന്നെ ലോൺ എടുക്കുന്നതിനുള്ള സഹായം, അതിനുള്ള മുൻഗണനാക്രമങ്ങളൊക്കെ തന്നത് അദ്ദേഹമാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉദ്ഘാടകനായി വെച്ചത് എന്ന തരത്തിൽ വിശദീകരണം നൽകിയിട്ടും കെ ബി ഗണേഷ് കുമാറിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് CPM പ്രാദേശിക നേതൃത്വം മേൽഘടകങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇത് ശരിയായ കീഴ്വഴക്കമല്ല. KN ബാലഗോപാലിനെ വിളിച്ചത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. KN ബാലഗോപാലിനാണ് കൊട്ടാരക്കരയുടെ ചുമതലയുള്ള CPM നേതാവ്. കൊട്ടാരക്കരയിൽ അങ്ങനെ ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും KN ബാലഗോപാലോടെ പങ്കെടുക്കണം. അദ്ദേഹമാണ് അവിടെ ഉദ്ഘാടകനായി എത്തേണ്ടതെന്ന് CPM വിചാരിക്കുന്നു. എന്നാൽ ഘടകകക്ഷി മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ പറയുന്നത്, ഞാൻ ചെയ്തല്ലേ ആ വർക്കൊക്കെ എൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ കൊണ്ടുവന്നതാണ് തിയേറ്റർ, അപ്പോൾ ഞാനല്ലേ തിയേറ്റർ ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നാണ് കെ ബി ഗണേഷ് കുമാറിൻ്റെ ചോദ്യം. ഇത് ഒരു സംഭവം. മറ്റൊന്ന്, ഈ താലൂക്ക് അദാലത്ത്, അതായത് കരുതലും കൈത്താങ്ങും എന്ന് പറഞ്ഞിട്ട് സർക്കാർ നടത്തുന്ന പദ്ധതി ഉണ്ടല്ലോ, താലൂക്ക് അദാലത്ത്, അത് വേറെ ജനകീയമായ പദ്ധതിയാണ്. അതിൻ്റെ ഉദ്ഘാടകനായും KN ബാലഗോപാലിനെ നിശ്ചയിക്കുകയും അധ്യക്ഷനായി കെ ബി ഗണേഷ് കുമാറിനെ നിശ്ചയിക്കുകയും ചെയ്തുകൊണ്ട് ഈ നോട്ടീസിൻ്റെ കരട് മന്ത്രിയെ കാണിക്കാൻ വേണ്ടി ചില സംഘാടകർ, ഉദ്യോഗസ്ഥർ തന്നെ പോയി ആ ഉദ്യോഗസ്ഥരോടും മറ്റാളുകളുടെ മുന്നിൽ വെച്ച് തട്ടിക്കയറി. ഇതെന്താണ്, ഉദ്ഘാടനം ഏത് പാർട്ടിക്കാരനോ ചെയ്യട്ടെ, ഇതെന്താണ് നിങ്ങൾ കാണിച്ച് വെച്ചിരിക്കുന്നത് എന്ന തരത്തിൽ അവരെ അധിക്ഷേപിച്ചു, CPM നേതാക്കളെ അധിക്ഷേപിച്ചു എന്ന പരിഭവമാണ് CPM പങ്കുവയ്ക്കുന്നത്. ഇത് വച്ച് ഉറപ്പിക്കാനാവില്ല. KN ബാലഗോപാൽ അവിടെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷനായി ഇരിക്കുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഘടകകക്ഷി മന്ത്രി ഇങ്ങനെ പുരയ്ക്കുമേൽ ചാഞ്ഞ വൻമരം പോലെ ആകരുത്, എന്നാൽ അതിന് വെട്ടിമാറ്റും CPM, അതിന് തർക്കമൊന്നുമില്ല എന്ന തരത്തിലുള്ള സംസാരവും നീക്കങ്ങളുമാണ് പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറിനെതിരെ ഉരുണ്ടുകൂടുന്നത്. സ്വാഭാവികമായും കെ ബി ഗണേഷ് കുമാർ UDFിലായിരുന്നുവെങ്കിൽ ഇത്തരം പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല. UDFിൽ കെ ബി ഗണേഷ് കുമാറും ബാലകൃഷ്ണപിള്ളയൊക്കെ പറയുന്നത് അവസാന വാക്കുകളെ ചിലപ്പോൾ ആളുകൾ അംഗീകരിക്കും, കോൺഗ്രസ് അംഗീകരിക്കും. കാരണം ഒരു മണ്ഡലം അവരുടെ കുത്തക അവകാശമായി പാട്ടത്തിൽ തീരെഴുതി കൊടുത്തതുപോലെ ആയിരിക്കും അതൊക്കെ കൈകാര്യം ചെയ്യപ്പെടുക. ഇടതുമുന്നണി അങ്ങനെയല്ല, കുറച്ചുകൂടി കെട്ടുറപ്പുള്ള മുന്നണിയാണത്. മാത്രമല്ല കെ ബി ഗണേഷ് CPMനാണ് മുൻതൂക്കം. വലിയേട്ടൻ മനോഭാവം എപ്പോഴും CPMനുണ്ടല്ലോ, അതുകൊണ്ട് അത് അടിച്ചേൽപ്പിക്കാൻ CPM എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് വഴങ്ങിക്കൊടുക്കുന്ന വ്യക്തിയല്ല കെ ബി ഗണേഷ് കുമാർ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പത്തനാപുരത്ത് CPM പ്രാദേശിക നേതൃത്വം കെ ബി ഗണേഷ് കുമാറിനെതിരെ വാളോങ്ങി നിൽക്കുമ്പോഴും അത് അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ കെ ബി ഗണേഷ് കുമാർ തയ്യാറാകില്ല എന്ന സന്ദേശമാണ് പുറത്ത് വരുന്നത്.